പൊതുജനാരോഗ്യ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും വലിയ വിപ്ലവങ്ങൾ നടന്നു വന്നത് ശരിയാണോ? അല്ല, സ്വാഭാവികമായിട്ട് ഈ താഴേക്കിടയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇതിനകത്തൊക്കെ ഒരു നല്ല ഇടപെടൽ വന്നിട്ടുണ്ട് ഹെൽത്തിൽ. മുമ്പുള്ളത് വ്യത്യസ്തമായി ആർദ്ര മിഷൻ സാമാന്യം സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷനായിട്ട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വരുന്നതിന് ഒരു ജനസിസ് ഉണ്ടെന്ന് പറയും. 22 ഈ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെൻറ് അട്ടിമറിച്ചു. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ കിഫ്ബി എടുക്കുന്ന കടത്തിൻ്റെ റീപേയ്മെൻറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റി ഓൺ ഗവൺമെൻറ്, അതായത് CNTG ആണ് ഫ്ലാഗ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ ആവശ്യമായ തുക നിങ്ങൾ ബജറ്റ് വെച്ചിട്ട് പിന്നെ മറ്റേ ബോറോയിങ് ആയിട്ട് കാണിക്കണമെന്ന്. അപ്പോൾ പിന്നെ കിഫ്ബിക്ക് പ്രസക്തിയില്ല തിരിച്ചടവിൻ്റെ. അപ്പം നമ്മൾ ആ 3% പുറത്ത് നിന്നതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങ് പോയി. ഒരു കാര്യം കൂടെ ചെയ്തു, അവർ മുൻ വർഷങ്ങളിലെ തിരിച്ചടവിൻ്റെ പൈസയും കൂടെ ചേർത്ത് ഇതിനകത്ത് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി ബോറോയിങ് ആനുപാതികമായിട്ട്. അപ്പോൾ അത് കേരളം സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിടണമെന്നൊക്കെയാണ് പറയുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് പോയാൽ അറിയാമല്ലോ, ഒരു 3 കൊല്ലത്തിനിപ്പുറം പ്രാക്ടിക്കലി ഇപ്പോൾ അടുത്ത സർക്കാരിന് പോലും ഒരു തീരുമാനമൊന്നും അതിൽ കിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റേ 3% ക്യാപ്പായിട്ട് വീണ്ടും വന്നു. പിന്നെ ഇലക്ട്രിസിറ്റി റിഫോമിൻ്റെയൊക്കെ ചേർത്ത് ഒരു 3.5% ബോറോ ചെയ്യാനൊക്കെ ഉള്ളൂ. അതവിടെ അങ്ങനെ വീണു. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ കിഫ്ബിയുടെ തിരിച്ചടവ് പ്ലാനിലേക്ക് വന്നു. പ്ലാനിന് നമ്മൾ അനുവദിച്ചിട്ടുണ്ടെന്ന തുക ഇതിലേക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങ് പോയി. അപ്പോൾ വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കിഫ്ബി ബോറോ ചെയ്യുന്നത് ഏതാണ്ട് 9.5%. ഗവൺമെൻറ് ബോറോ ചെയ്യുന്ന 8% താഴെയാണ്. അപ്പോൾ പലിശ കൂടുതലുമായി, ഡബിൾ വാമിയായി. അവിടെയാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹെൽത്തിൻ്റെയൊക്കെ ബജറ്റ് വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെഡിക്കൽ കോളേജസിലേക്ക് 150 കോടി ഞാൻ ഒരു ദിവസം 24-25 കുറച്ചു. 145 കോടിയാണ് മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച്. സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും മരുന്ന് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും എക്യുപ്മെൻറ്റ് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും. അപ്പോൾ ഈ സംഗതി കയറി ഫൾമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ മനോഹരമായ കെട്ടിടം പണിതു, പേ വാർഡ് പണിതു, തിയേറ്റേഴ്സ് പണിതു, എല്ലാം ചെയ്തു. പക്ഷേ ഈ യൂസ് ചെയ്യാനുള്ള കാനുള്ള സമയത്ത് കിട്ടിയില്ലെങ്കിൽ കുരുങ്ങിയില്ല ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് ഷുഡ് ബി അയൺഡ് ഔട്ട്. അത് ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇച്ചിരി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും.